ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെയുള്ള കാഴ്ച ഇതാണ്. ആകെ മൊത്തത്തിൽ ഇരുണ്ട് പിടിച്ചിരിക്കുകയായിരുന്നു. സാധാരണ മക്കൾ രണ്ടാളും ലേറ്റായിട്ട് ഉറങ്ങുന്നതിനെ കൊണ്ട് തന്നെ അവർ രണ്ടാൾ എണീക്കാൻ ലേറ്റാവും. ഈ പറഞ്ഞ എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുന്നു. രാവിലെ എണീക്കുമ്പോൾ തലവേദനയും തലക്കൊരു വെയിറ്റുള്ള പോലെയൊക്കെയാണ്. ഇന്നലെ നേരത്തെ ഉറങ്ങിയതിനെ കൊണ്ട് ഓനെ നേരത്തെ എണീക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മക്കൾക്ക് ചായയെല്ലാം കൊടുത്ത് ഇപ്പം അമ്മയും പുറത്ത് നിൽക്കുന്ന കണ്ടപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോയി. ഞങ്ങൾ പറഞ്ഞാൽ ഇപ്പം അമ്മ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും മക്കൾ 4 ആൾക്കാരും ഉണ്ടാവും, ഓരെ ചുറ്റിപ്പറ്റി ഉണ്ടാവും. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചായക്കുള്ള പരിപാടി നോക്കി. ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആക്കുകയാണെങ്കിൽ നമ്മൾ ലഞ്ചാക്കും, അങ്ങനെ ആക്കാൻ വിചാരിച്ച്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ നോക്കി. അപ്പോൾ ഇന്ന് ദോശയും ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എച്ച് ഉണ്ടാക്കുന്നതല്ല, പാത്രം കഴുകലാണ് ഏറ്റവും വലിയ ടാസ്ക്. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പണി പാത്രം കഴുകലാണ്. അപ്പോൾ അതൊക്കെ തീർത്ത് ഇനി നമുക്ക് ലഞ്ചിനുള്ള കാര്യങ്ങൾ നോക്കാം കേട്ടോ. അപ്പോൾ ലഞ്ചൊക്കെ റെഡിയാക്കി മക്കളൊക്കെ കുളിപ്പിച്ച് അതിലേക്ക് രാഗി ഉണ്ടാക്കി. ആൾ ഒരു വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാൻ നല്ല മടിയാണ്, പിന്നെ കഴിക്കുന്നത് രാഗിയാണ്. അപ്പോൾ അതൊക്കെ കൊടുത്ത് ആളൊന്ന് ഉറക്കി. അപ്പോൾ ഈ ചെക്കന്മാരുടെ കൂടെ മീൻ പിടിക്കാൻ വേണ്ടി പോവാണ്. കുറേ ദിവസമായി ഇങ്ങനെ വിളിക്കുന്നത് മീൻ പിടിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് വിചാരിച്ച് അവരുടെ കൂടെ ഒന്ന് പോകാമെന്ന്. പിന്നെ ഐതുക്കും ഭയങ്കര ഇഷ്ടമാണ്. വല്ലതും നടക്കുമോ? അപ്പോൾ മീനെ പിടിക്കാൻ പോയിട്ടൊരു പ്രാണിനെ പോലും അവിടെ കാണാനില്ലായിരുന്നു. കുറേ നേരം അവിടെ നിന്ന് ഒന്നും നടക്കൂല എന്ന് മനസ്സിലായപ്പോൾ അവിടെ ഒരു ഇക്കാൻ്റെ കട ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പറഞ്ഞേക്കാം അവിടുത്തെ ചായ നല്ല ടേസ്റ്റാണ്. കുറേ കാലമായി അവിടെ നിന്ന് ചായ കുടിച്ച് നോക്കണം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ചായയും കടിയൊക്കെ കുടിച്ച് അവിടെ കുറേ നേരം നിന്ന്. അപ്പോൾ ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു ഉപ്പൻ്റെ ഇളാപ്പൻ്റെ പുരയിൽ പോകാനായിട്ട് വേഗം വരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വേഗം പുരയ്ക്ക് പോയി. അപ്പോൾ ഞങ്ങളവിടെ എത്തി കുറച്ച് നേരം ഒന്ന് ചായയെല്ലാം കുടിച്ച് ഒന്ന് ബീച്ചിൽ പോകാൻ വിചാരിച്ചിറങ്ങി. അപ്പോൾ നല്ല മഴ കാരണം ഞങ്ങൾക്ക് ബീച്ചിൽ ഇറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഫേയിൽ കയറി. അപ്പോൾ ഞങ്ങൾ പാസ്തയും ലോഡഡ് ഫ്രൈസും മൊഹിതോസും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂടുതൽ അവിടെ ഇരുന്ന് ഓർഡർ ചെയ്യാൻ നിന്നാൽ പോക്കറ്റ് കാലിയാവുന്ന വഴി അറിയില്ല കേട്ടോ. അപ്പം അവരൊരു ടൂക്കിഷ് സ്റ്റൈലായിരുന്നു അവർ ഫുഡ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ മൊഹിതോസ് കിട്ടി 20 മിനിറ്റ് അങ്ങോട്ട് കഴിഞ്ഞിട്ടാണ് ബാക്കി സംഭവങ്ങളൊക്കെ കിട്ടിയത്. അവർ സ്റ്റാർട്ടേഴ്സായിട്ട് മൊഹിതോസ് അങ്ങനെയാണ്. നമ്മൾ ആദ്യം പറഞ്ഞാൽ മതി, നമുക്ക് എന്താണോ ഓർഡർ ചെയ്തിട്ടുള്ളത് അത് കിട്ടിയിട്ട് ഡ്രിങ്ക്സ് മതി എന്ന് അവരുടെ അടുത്ത് ആദ്യം പറയാം. അതിന് പോകുന്നവർക്ക് അങ്ങനെ ചെയ്താൽ മതി. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ബീച്ചിൽ ഇറങ്ങാൻ നോക്കിയപ്പോൾ നല്ല മഴയായിരുന്നു. പുറത്തുനിന്ന് ഉള്ളിൽ നിന്ന് കാണുന്ന പോലെ അല്ലായിരുന്നു, പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരാളും ഇല്ലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഐസ്ക്രീം കഴിച്ച് പുറത്തേക്ക് തന്നെ പോയി. അപ്പം ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.